നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ. സെപ്റ്റംബർ 30-ാം തീയതിക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നേരത്തെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ വൈകാതെ തന്നെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഉടൻ കടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കഴിഞ്ഞ ആഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ജമ്മു കാശ്മീരിൽ ഉയർന്ന പോളിംഗ് ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം കണ്ടത്. മുൻവർഷങ്ങളിൽ നിന്നും വിഭിന്നമായി മാറിവരുന്ന ഒരു ട്രെൻഡ് ജമ്മു കാശ്മീരിൽ ഉണ്ട് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മികച്ച പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ ഒരു ഘടകമാണ് എന്നും ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ജമ്മു കാശ്മീരിലെ ട്രെൻഡ് മാറി മറിയുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച കൂടി ജമ്മു കാശ്മീരിൽ നിന്നും കണ്ടിരുന്നു. അത് ദേശീയ മാധ്യമങ്ങൾ അടക്കം വാർത്തയാക്കുകയും ചെയ്തിരുന്നു. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. അതിനുശേഷം ഈ മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് 5 സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിൽ പോലും ജമ്മു കാശ്മീരിൽ അന്ന് തീയതി കുറിക്കാൻ സാധിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നീട്ടിവെക്കുകയായിരുന്നു. 2014 ജമ്മു കാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് BJP PDP സർക്കാരായിരുന്നു ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വന്നത്. PDPക്ക് 28 സീറ്റുകളും BJPക്ക് 25 സീറ്റുകളുമായിരുന്നു അന്ന് നേടാൻ സാധിച്ചത്. മുഖ്യമന്ത്രിയായി മുഫ്തി മുഹമ്മദ് സയ്യിദ് അധികാരത്തിൽ ഏറുകയും ചെയ്തു. പക്ഷേ 2016 മുഹമ്മദ് മുഫ്തി മരണപ്പെട്ടു. അതോടുകൂടി അദ്ദേഹത്തിന്റെ മകളായ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏറുകയായിരുന്നു. പക്ഷേ 2018 PDP സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിക്കുകയായിരുന്നു. ഇതോടുകൂടി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കുന്നത്. ഇതിനെ തുടർന്ന് താഴ്വരയിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. നടപടി ചോദ്യം ചെയ്തുകൊണ്ട് നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ 2023 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിവയ്ക്കുകയായിരുന്നു. അതേസമയം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാനും സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. എന്തായാലും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കേണ്ട കാലതാമസം കൂടിയേ ഉള്ളൂ. നമുക്കറിയാം, ഏറെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന വർഷമാണിത്. ഹരിയാന, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏകദേശം ഒക്ടോബർ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ജമ്മു കാശ്മീരിൽ അതിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തും. കാരണം സെപ്റ്റംബർ 30-ന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.